കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് അപ്പൊ പ്രശ്നമുണ്ടാവില്ല. ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ഹണി ടീച്ചർ എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്. മറ്റുള്ളവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. ചോദ്യങ്ങൾ കോൺട്രവേഴ്സി ആയിക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പറയാതിരുന്നാ മതി. ഒരു ദിവസം രാത്രിയും പകല് വൈകിട്ട് സിനിമയാണ് ഹീലിംഗ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനോട് പറഞ്ഞിരുന്നു. ഒരു ബ്രേക്ക് എടുത്തിട്ടാണോ ഇനി സജീവമായിട്ട് സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഇത് സിനിമ മേഖലയല്ല. ഇപ്പൊ ഇവിടെ ബ്രേക്ക് ആയി. ഇതിന്റെ ഇടയില് ഇപ്പൊ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് ആയിട്ട് അവരെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ 21-ാം തീയതി ആയിട്ട് BKB പടം തുടങ്ങും. അതിന്റെ ഇടയിൽ ഈ പടം റിലീസ്. അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ എല്ല് കൂട്ടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാ. മാംസം കൂട്ടിച്ചേർന്നു സർജറി ചെയ്തതിന്റെ. എല്ല് നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് ഇട്ടിരിക്കുക. അപ്പോ സ്ലിങ്ങിൽ ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോഡി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. ഇപ്പോ എന്തായാലും അറിയാം, 2 മാസങ്ങൾക്ക് മുൻപ് രണ്ടുപേരും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. അപ്പൊ ഇപ്പോ ഷൈൻ ടോം ചാക്കോയും മിൻസി അലോഷ്യസും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ടോ? ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട് കണ്ടിട്ട് തോന്നില്ല. അപ്പൊ പ്രശ്നമുണ്ടാവില്ല. ഇല്ല, അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ. ഞാനത് അഡ്രസ് ചെയ്തോട്ടെ. അപ്പോ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം. ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ? അല്ല, കമൽ സാർ ത്രൂ അല്ലേ? അതേപോലെ ഒരു കാലത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വിജയമാത സ്കൂളിന്റെ മുന്നിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് യെസ്, അപ്പം അത് നമ്മൾ പേഴ്സണലി ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ്. അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും. ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട്. അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം, അടിപൊളി പെർഫോമറാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വം ആയിരിക്കില്ല മേ ബി. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മൾ സംസാരിച്ച ഐസ് മീറ്റിംഗിനാണ് സംസാരിച്ചതാണ്. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും അങ്ങനെ എക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോ കേട്ടാവും. കാരണം നമ്മള് ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല, ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു
ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാനുള്ളത് പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയാസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മള് യെസ്, അങ്ങനെയാണെങ്കിൽ അല്ല അല്ല വിൻസി പറയട്ടെ. അത് കൺക്ലൂഡ്. let me conclude it if we both are okay. Let's conclude it. ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത്, ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല, ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്കത് അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്, എന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കുക. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് യുവർ ഫാമിലിനെ കുറെ ഡ്രാഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർക്കും നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്നത്, എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. Shane, our trailer is trending in top 10 India. Like, what do you feel about ട്രെൻഡിങ് ടോപ്പ് 10? നല്ലതാണ്, അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടിരുന്നോ? അതില് യൂജിൻ ചെറുമലല്ലേ, യൂജിൻ ജോസ് ചെറുമലിന്റെ മകനാണ് യൂജിൻ, നാടകക്കാരൻ. സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ജോസ് ചെറുമൽ. യൂജിൻ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത്, പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ, അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു CA. അതാണ് ഇതില് ക്രിസ്റ്റഫർ സേവിയർ. ഈ ക്രിസ്റ്റോ സേവിയർ ഞാൻ 2-3 പ്രാവശ്യം ഇന്റർവ്യൂസിന് മുന്നേ യൂജിനെ വിളിച്ചു നോക്കി എന്താണ് ക്യാരക്ടറിന്റെ പേര്. അത് ക്രിസ്റ്റോ സേവിയർ. കാരണം പടത്തില് ക്രിസ്റ്റോ ആരും വിളിക്കുന്നുമില്ല, ഞാനൊട്ട് പറയുന്നില്ല. ആകെ ആ ക്രിസ്റ്റോ എന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ടേബിളിലെ നെയിം ബോർഡിലും. അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല. അപ്പോ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ഇത്. എല്ലാവരും സാറിന്നല്ലോ പോലീസ് ആയതുകൊണ്ട്. പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല. അപ്പോ ഇതിലെ ക്യാരക്ടർ നെയിം എനിക്ക് 1-2 പ്രാവശ്യം യൂജിനെ വിളിച്ച് ചോദിക്കേണ്ടത് എന്താണ് ക്യാരക്ടർ നെയിം ഇന്റർവ്യൂവിന് മുന്നേ. യൂജിൻ ഇപ്പോ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല, ഹൈദരാബാദിലാണ്. വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യും. യൂജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ യൂജി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ. അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു. പക്ഷെ പടത്തില് അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റോ സേവിയറിന്റെ. ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസും ഒക്കെയുള്ള, ഷൗട്ട് ചെയ്യാത്ത, ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഷൈൻ, ലൈഫിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഫേസിലൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. മറ്റൊരു ബ്യൂട്ടിഫുൾ ഫേസിലൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഷൈനെ അല്ല ഞങ്ങൾ ഇപ്പൊ നേരിട്ട് കാണുന്നത്. അല്ല, വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം തീർച്ചയായും അപ്പം
ഇതാണ് കുറച്ചുകൂടെ. അപ്പൊ അതായിരുന്നാലല്ലേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഷൈനെ, നടൻ എന്ന ഒരു ഷൈനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളികളുണ്ട് സമൂഹത്തിൽ. അപ്പം അങ്ങനെ ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ള ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന ലെവലിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ പോകുന്ന ഒരു ഫേസിലൂടെ നോക്കുമ്പോഴേക്കും എങ്ങനെ ചെയ്യുന്ന ഇനിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഏകദേശം ഒരു പ്രിപ്പറേഷൻ ഗ്രാഫ് ഉണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആവരുത്. ഇപ്പോ പോലീസ് ക്യാരക്ടർ തന്നെ 10 ചെയ്യുമ്പോൾ 10 പോലെ ഇരിക്കണം. അത് നമ്മൾ ഒരു 50 ചെയ്താലും 500 ചെയ്താലും 500 പോലീസുകാരും 500 പോലീസുകാരായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല. ആ വ്യത്യസ്തതയല്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മൾ 500 പടം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം. അത് ഏത് പടത്തിലത്തെയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ ഫിക്ഷയിലായിരിക്കാം, മുടിയിരുന്നതിലായിരിക്കാം, കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം, ബട്ടൺസ് ഇടുന്നതിലായിരിക്കാം, ഡ്രസ്സിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം. ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടെ 1.5 വർഷമൊക്കെയാണ് ഒരു പടം എടുക്കുന്നത് തീർക്കാൻ. അപ്പോൾ ഈ 1.5 വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു 15 പടം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് എ ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല. ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ. ഷൈൻ, അതുപോലെ ഈ സിനിമയിലെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പഠിപ്പിക്കുന്ന രീതികളായാലും ആളുകളെ എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന്, ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ പുസ്തകത്തിലെ വാചകങ്ങളല്ല പഠിപ്പിക്കേണ്ടത്, വിദ്യാഭ്യാസം അങ്ങനെയല്ല എന്നൊരു ഇതുണ്ട്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒരു അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒന്ന് ശാസിച്ചാൽ അതിനെതിരെ കേസ് എടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെനിക്കും പറയാനുള്ളൂ, കേസിൽ കാണുന്ന പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പോൾ സൂത്രവാക്യം എന്ന സിനിമ ഒരു ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണോ പ്രേക്ഷകർക്ക് നൽകുന്നത്? ഇതില് ക്രിസ്റ്റോ പറയുന്നുണ്ട്, ഒരിക്കൽ നമ്മുടെ പുള്ളിയുടെ സഹപ്രവർത്തന മകനൊരു ഡൗട്ട് വന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പൊ ഒരു 10-15 പേരുണ്ട് ഇതിന് മുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ 10ാം ക്ലാസ്സായിട്ട് നമ്മൾ ക്ലാസ് എടുക്കാറില്ല, കാരണം പബ്ലിക്കായിട്ട് പരീക്ഷ എഴുതുന്നതാണല്ലോ. അപ്പൊ അടുത്തെല്ലാം വാന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഒരു പെൺകുട്ടീനെ ചേരാൻ വരുന്നു. നമ്മൾ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇഷ്ടപ്പെടാതെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ. ഇപ്പോൾ നിങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തവര്. ഇപ്പൊ നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വിദ്യാഭ്യാസത്തിലും അതെ. ഒരു അധ്യാപകനാകേണ്ട ആളാണ് അധ്യാപകനാകേണ്ടത്. പോലീസ് One question I want to ask right now. So generally we have seen cops, very bad cop, okay, or angry cop or some sad cop. In this film we have seen the very good cop in the world. അല്ല, അതിന് ഒരു റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യൂജിനും ഞാനും ഇതിന്റെ ഡയറക്ടർ യൂജിനും ഞാനും ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ സ്കൂൾ സമയം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ട്യൂഷൻ എടുത്തിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷന് രാവിലെ 6:30 അല്ലെങ്കിൽ വൈകുന്നേരം 5:30 ട്യൂഷന് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അധ്യാപകനാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് SI സെലക്ഷൻ കിട്ടിയ അവിടെ പോയി. പിന്നീട് ഞങ്ങൾ 10ൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഠിപ്പിച്ച വിഷയം കണക്കിനോടുള്ള ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് വന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പോകും. അപ്പോ ചില ദിവസങ്ങളിൽ ഇദ്ദേഹം യൂണിഫോമിലാവില്ല. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട മാഷിനെ പിന്നീട് ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വേറൊരു റെസ്പെക്റ്റ് ആണ്. ആ റെസ്പെക്ട് പിന്നീട് നമ്മൾ
നമുക്കൊരു അഭിമാനമായി മാറണം. നമ്മളുടെ കണക്ക് സാറാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ SI അല്ലെങ്കിൽ CI, അന്ന് SI ആയിരുന്നു SHO എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് CI ആക്കി മാറ്റി. അപ്പോ അത്തരം ഒരു നമ്മുടെ അധ്യാപകൻ തന്നെ ആ പ്രദേശത്തിന്റെ ഒരു കാവലായ SHO ആയി മാറുമ്പോ അവിടുത്തെ ക്രൈം റിപ്പോർട്ടിംഗ്, ഡൊമസ്റ്റിക് വയലൻസ് അടക്കം, വീട്ടിൽ നടക്കുന്ന വയലൻസ് അടക്കം കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി പറയാനുള്ള ഒരു ധൈര്യം വരുന്ന അവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ സിനിമയിലാണെങ്കിലും നമ്മുടെ അധ്യാപകനാണ് അവിടെ SHO ആയിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഈ ക്രൈം പറയാൻ മടിക്കണം? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏതൊരു വളർന്നു വരുന്ന പൗരനും പോലീസ് സ്റ്റേഷൻ എന്നുള്ളതൊരു കയറി ചെല്ലാൻ പേടിക്കേണ്ട, അല്ലെങ്കിൽ കയറിയാൽ നാണം കിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന സ്ഥലമല്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്, നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാണ് അവിടെയുള്ള പോലീസുകാരെന്നുള്ള ബോധം ഒരു വിദ്യാർത്ഥികളിൽ വരുത്തിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഈ സിനിമയിലുണ്ട്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. ഹോട്ടലിൽ എന്താണ് ഭക്ഷണം വിളമ്പും, ഭക്ഷണം കഴിക്കാൻ ആൾക്കാർക്ക് ഹോട്ടലിൽ എല്ലാവരും ചോദിക്കട്ടോ, ചോദിക്കാം. ഓക്കെ ഓക്കെ. 10 പോലീസ് വേഷങ്ങൾ പലതാണ് ചെയ്തത്. സൂത്രവാക്യത്തിലെ പോലീസ് താങ്കൾക്ക് എത്രമാത്രം ഇഷ്ടമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 10 പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ 10 വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മൾ മോൾഡ് ചെയ്തിട്ടുണ്ട്, ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ്. ചിലതില് കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതില് ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ്. ഞാൻ ഒരിക്കലും എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത്. ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരനായിരുന്നു. ക്രിസ്റ്റഫറിലെ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള, കുറച്ച് തമാശയൊക്കെ പറയുന്ന ഫണ്ണി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ഒരു പോലീസുകാരനായിരുന്നു. തള്ളുമാലയാണെങ്കിൽ കുറച്ച് ഇടിക്കോളും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഇതാണെങ്കിൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട്. ഇപ്പൊ ടീച്ചർ വന്നിട്ട് വിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിലെ ടീച്ചറാണ് കണക്കെടുക്കുന്നത്. അപ്പൊ അവരുടെ ക്ലാസ്സിൽ പിള്ളേര് വരുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് പരാതി പറയുമ്പോ ഞാൻ പറയുന്നുണ്ട്, പിള്ളേരല്ലേ, ചെറുപ്പക്കാരല്ലേ, അപ്പൊ ഒരു നാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആവുന്നു. അതാണ് അതിന്റെ വ്യത്യസ്തത. പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടക്കുകയായിരുന്നില്ല, ആക്ച്വലി ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു. അല്ല, ഹലോ, കൊച്ചിയിൽ വിൻസിയുടെ കഥാപാത്രങ്ങൾ പല സിനിമയിലും വെറൈറ്റി കഥ. ഈ ടീച്ചർ എന്നൊരു കഥാപാത്രം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന്? ഇല്ല, ടീച്ചർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്, റോണി ചേട്ടനായിട്ടുള്ള ഒരു ആഡില് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അമ്മ ടീച്ചറല്ലേ? അമ്മ ടീച്ചറാണ്. അമ്മ ടീച്ചറല്ലേ? എന്റെ അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് LKG, UKG-ലാണോ വിജയമാതയിൽ. ഇപ്പൊ രണ്ടുപേരും അമ്മമാരും ടീച്ചറാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിൽ സ്വന്തം അമ്മ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ട് ടീച്ചർ എന്നായിരുന്നു? ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ആയിട്ടുള്ള ടീച്ചർ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ്, പക്ഷെ ആയിരുന്നു. പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ട് കയറുന്നില്ല, പകരം സാറിന്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിന്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ചു ഒരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളം. എനിക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠിക്കാത്തല്ല കുരുത്തക്കേട് കാണിക്കുന്നത്. വിൻസി എന്നൊരു ആക്ട്രസ് കഴിവ് ഓൾറെഡി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചൊരു കഥാപാത്രം, നല്ല നല്ല കഥാപാത്രങ്ങൾ എത്തിച്ചൊരു ആക്ട്രസ് ആണ് താങ്കൾ. ഇപ്പം ചൂസ് ചെയ്യുന്ന കഥാപാത്രം, ചൂസ് ചെയ്യുന്ന സിനിമകളായ അതുപോലത്തെ സിനിമകളാണ്.
അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് സ്വന്തം അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തി പറയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കുറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പോയിട്ട്? റിഗ്രറ്റ് അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത്. അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് അവസരങ്ങൾ കുറയോ അങ്ങനെയൊന്നുമില്ല. വരേണ്ടത് വരും, പോകേണ്ടത് പോകും എന്നുള്ളൊരു ട്രാക്കിലാണ്. For every student, teacher is the first crush. In this film, mostly everyone comes to you and talk to you, like they are very close. Okay, so like, did you feel anything special, like connected to your mom with that thing, like about crush? ഞാൻ മലർമിസ് ടൈപ്പ് ഒന്നല്ല. Shine, do you have any teacher crush? Yeah, I have a teacher crush in 4th standard. വിജയമാതയിൽ പഠിപ്പിക്കാൻ അണി ടീച്ചർ, കണക്കെടുക്കാൻ വന്ന ടീച്ചറാണ്. ടീച്ചർ വന്ന ക്ലാസ്സിൽ കയറി വൈകി 4:5 6:8 അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു തുടങ്ങുക. അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്നത്. പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിൽക്കിന്റെ മിഠായി ഇല്ല അന്നത്തെ, കണ്ടിട്ടുണ്ടോ? അത് തരുമായിരുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല, കണക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും. അത് കണക്ക് പഠിക്കാനായിട്ടല്ല, എന്താണെന്നറിയില്ല. ടീച്ചറുടെ ബിഹേവിയങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ജെന്യൂനിറ്റി. ഇപ്പൊ ഉത്തരം പറഞ്ഞ മിഠായി തരാന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ മിഠായി തരും. അതിന് ആർക്കൊക്കെ മിഠായി വേണമെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ക്ലാസ് സുമിത്തുന്നോണ്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ടീച്ചർ എനിക്ക് മിഠായി വേണമെന്ന്. നമ്മളങ്ങനെ കൈവന്നിച്ച് ചോദിക്കില്ലല്ലോ, ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വെറുതെ ആർക്കും മിഠായി വേണമെന്ന് ചോദിച്ചപ്പോ ഒരു പയ്യൻ മാത്രമേ ചോദിച്ചു, കൈ പൊക്കിയുള്ളൂ. അവൻ പറഞ്ഞു അപ്പൊ ടീച്ചർ ചെയ്തുണ്ടായി വേണ്ട 5 സ്റ്റാർ. അവന് കറക്റ്റ് ആയിട്ട് 5 സ്റ്റാർ കിട്ടി. അപ്പൊ നമ്മളെ അന്നാണ് അതൊക്കെ ആയിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത. പിന്നീട് ആ വിജയമാതയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെ ആ ടീച്ചർ കണ്ട് മാറിപ്പോകും. അപ്പോ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലാതെ അല്ല. ഇതില് നമ്മളല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ട് ഇപ്പൊ അനഘ ഇതൊരു ഇവിടെ നിൽക്കുന്ന മതിൽ പോലെ. ഹലോ, എൻ്റെ പേര് അനഘ. ഈ സിനിമയില് ആര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ റോളായിരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു ലീഡ് റോളായിട്ട്. ഈ സിനിമയെ പറ്റി ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് 2 മാസം സബാറ്റിക്കൽ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പയ്ക്കും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പൊ സെറ്റിലോട്ട് വന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ സെയിം സ്കൂളിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ്. ഇത് മനു, അത് ശ്രീറാം, ആദിത്, അഭയ്, പിന്നെ അത് നസീഫ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. രാജേഷ് is a backlog student. പ്രൊഡ്യൂസർ ശ്രീകാന്തും ഇതിലൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീകാന്തിന്റെ മമ്മിയും ചെയ്തിട്ടുണ്ട്. കളക്ടറായിട്ടല്ല ചെയ്തത്. ഇങ്ങനൊരു പ്രൊഡക്ഷൻ തെലുങ്കിന്ന് കൂടെ വന്നിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. ഏഞ്ചൽ 16 എന്ന് പറഞ്ഞ പടം ചെയ്തത്. അതിന്റെ ഡാഡി കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അതും തെലുങ്ക് തന്നെയാണ്. കാരണം തെലുങ്കില് വളരെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പൊ അവർക്ക് എല്ലാ പ്രൊഡക്ഷനും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യാൻ പറ്റാറില്ല, പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോ മലയാളത്തില് താരതമ്യേന ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലേ. വൈ യു കമ്മിങ്? ബഡ്ജറ്റ് അല്ലേ, ഗുഡ് ആക്ടേഴ്സ്, ഗുഡ് ക്രാഫ്റ്റ്. Yeah, technically Telugu movies is very high. ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി പടങ്ങളെക്കാളും ടെക്നിക്കലി അവർ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ ബഡ്ജറ്റ് രീതിയിൽ
നമ്മളുടെ ഇടയിലുള്ള ആളുകളുടെ കഥ പറയും. അവര് വലിയ വലിയ കഥകൾ പറയും. അത് നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആക്ടേഴ്സ് എന്ന രീതിയിൽ ആദ്യം മുതൽ മലയാളത്തില് ആക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന രീതിയാണ് കൂടുതൽ. അവർ ടെക്നിക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Who you like in Telugu? Balkrishna, Nani? Yeah, I like ബാലകൃഷ്ണ. ബാലകൃഷ്ണ സാറാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഞാനിയൊക്കെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അതല്ലെങ്കിൽ അധികം സംസാരം ഇല്ല. അവര് കുറച്ചും കൂടി ക്യാരക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ നോക്കും, കൂടുതൽ സംസാരങ്ങളിലേക്ക് വരില്ല. പക്ഷെ ബാലകൃഷ്ണ സാറ് ഈ പറഞ്ഞ പോലെ ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും. അച്ഛന്റെ കാലം മുതലുള്ള കഥകൾ പറയും. അച്ഛന്റെ മുതൽ പുള്ളിയുടെ മകന്റെ കഥകൾ വരെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഷെയ്ൻ, Your name in Telugu is Junior Balkrishna. You know that? For the energy you have. പക്ഷെ ചാക്കോക്കാരു എന്നാണ് വിളിക്കാൻ ചാക്കോക്കാരു. ഷെയ്ൻ, ഇപ്പൊ പറഞ്ഞ പോലെ മലയാളത്തിൽ നല്ല നല്ല കണ്ടന്റുകൾ വരുന്ന സിനിമകൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. കണ്ടന്റ് വൈസ് ആയാലും ക്രിയേറ്റീവ് വൈസ് ആയാലും കുറച്ചുകൂടെ കെയർഫുൾ ആവുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മലയാളം. പക്ഷെ അതേ മലയാള ഇൻഡസ്ട്രി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു പേരിന്റെ പേരിൽ പോലും ഒരു സിനിമ വെളിയിലോട്ട് വിടാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് പറയാൻ പോലും പറയാം, ഒരു പേരിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ സെൻസർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. എന്നാൽ പറയാം, എന്നാൽ നടപ്പിലാക്കത്തില്ല. ആർക്കെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ എന്ത് ആവാം എന്നൊരു രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം കലാകാരനായിട്ടും അതിൽ ഇങ്ങനെ ലോക്കായിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എപ്പോഴാണ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയുടെ ജാനകി എന്ന പേര് കാരണം സിനിമ വെളിയിലോട്ട് ഇറക്കുന്നില്ല, സെൻസർ ബോർഡ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു സിനിമ എന്ത് കാണണം, എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പേരല്ലല്ലോ. ഇപ്പൊ ഒരു തിയേറ്റർ അല്ലെങ്കിൽ OTT പോലത്തെ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാ തരം സിനിമകളും കാണുന്നതാണ്. അപ്പോൾ ഒരു പേരിന്റെ പേരിൽ, ഒരു മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഈ സിനിമ വെളിയിൽ വിടരുത്, അല്ലെങ്കിൽ പേര് മാറ്റിയാൽ സീതയുടെ പേരില രാമത്തിലുള്ളല്ലേ, അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിലത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ. അതെ, അത് ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും? ഇല്ല. അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടർ അല്ലേ, അല്ലെങ്കിൽ ഒരു വൈഫ് ഓഫ് രാമ. ശരിക്കും സിനിമ എന്ന് പറയുന്നത് ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത്. സംസ്കാരമാണ് ആക്ച്വലി. അല്ല, ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് ജാതി മത വർഗ നിറ വ്യത്യാസമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു കലാരൂപമാണ് സിനിമ എന്നൊരു ഇതുണ്ടായിരുന്നു. അല്ല, ശരിക്കും കോൺട്രവേഴ്സിക്കല്ല, കാരണം അതായത് ശരിക്കും പറഞ്ഞ ഈ നൂറ്റാണ്ടിലാണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട സമയവും മാറ്റപ്പെടേണ്ടവരെ അതെ. അപ്പൊ അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. കാര്യങ്ങള് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലെ. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം. തീർച്ചയായും. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. നമ്മളൊരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കുക ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോ വരും തലമുറയ്ക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ഇങ്ങനത്തെ സംസാരങ്ങൾ. അതാ പറയാ, കാരണം ഇങ്ങനെ ഒരു കേൾക്കുന്ന ഒരാൾക്കോട് കേൾക്കുന്ന ഏതൊരാളായാലും നമുക്ക് തന്നെ തോന്നും ഒരു പേരിന്റെ പേരിലൊക്കെ ഇങ്ങനെ നടക്കുവോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം ഫ്യൂച്ചർ ആയാലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, അല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ടല്ല. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ? പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ലോ ഫേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ജൂലൈ 11-ാം തീയതി തെലുങ്കിലും കന്നഡയിലുണ്ട്, മലയാളം തെലുങ്കുമാണ്. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് നാടകം എന്ന നിലയിലും നടി എന്ന നിലയ്ക്ക് പറയാനുള്ളത്? ഒരു നല്ല സിനിമയായിരിക്കും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേറെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പുതുമുഖങ്ങൾ. അപ്പൊ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും സിനിമയിലൂടെ ഒരു
അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമയാണിത്. അപ്പോൾ എല്ലാവരും പോയി കാണണം, സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ജൂലൈ 11 മൂവിയുടെ ക്രാഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയും.